നിലമ്പൂർ കവളപ്പൊയ്ക എന്ന നാട്ടുഗ്രാമത്തിൽ ഇപ്പോൾ അതുല്യ എന്ന കൊച്ചുമിടുക്കിയാണ് താരം. കലക്കംപുഴയുടെ ഓളപ്പരപ്പിന് മേൽ ഒരു വലിയ പാലം എന്ന പതിറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ ചിറകു മുളയ്ക്കുന്നത്. കഴിഞ്ഞ മാസമാണ് തങ്ങളുടെ ഗ്രാമത്തിന്റെ ദുരിതവും ദുരന്തവും വിവരിച്ച് MR അതുല്യ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നത്. 2019 പ്രളയവും നാടിന് സംഭവിച്ച ദുരന്തവും അതുല്യ കത്തിൽ പ്രതിപാദിച്ചിരുന്നു. സ്കൂളും പള്ളിയും മാർക്കറ്റും എന്ന് വേണ്ട എന്തിനും ഏതിനും ഒരു പുഴ കടക്കണം. മഴക്കാലത്ത് അടുത്ത ടൗൺ കേന്ദ്രത്തെ ആശ്രയിക്കുക പ്രയാസകരമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മരുതപ്പുഴ രണ്ടായി പിരിഞ്ഞാണ് കലക്കൻപുഴയിൽ സംഗമിക്കുന്നത്. മഴക്കാലം പ്രദേശത്തുകാർക്ക് ഒറ്റപ്പെടലുകളുടേതാണ്. വെള്ളം നിറഞ്ഞാൽ പാതി പാലമുള്ള പുഴയിൽ ബാക്കി ഭാഗം പുഴയിലേക്ക് ചെങ്കുത്തായി കെട്ടിയിറക്കിയ നിലയിലാണ്. ഒരു ചെറിയ മഴ പെയ്താലും നനയാതെ മറുകര പറ്റാനാവില്ലെന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. സ്കൂളിൽ പോകാനാവാതെ കുട്ടികളും ആശുപത്രിയിൽ പോലും എത്തിപ്പെടാനാകാതെ വൃദ്ധജനങ്ങളും ദുരിതം പേറാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. രാഷ്ട്രീയ കക്ഷികൾ പഞ്ചായത്തും നിയമസഭാ മണ്ഡലവും സംസ്ഥാനവും മാറി മാറി ഭരിച്ചിട്ടും കവളപ്പൊയ്ക എന്ന നാട്ടുഗ്രാമവാസികളെ കൈയൊഴിഞ്ഞു. മനുഷ്യർ ഇടതിങ്ങി പാർക്കുന്ന പ്രദേശമല്ലെന്നത് പുറംതിരിഞ്ഞു നിൽക്കാൻ രാഷ്ട്രീയക്കാരെയും പ്രേരിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് പുഴയുടെ തീരത്ത് താമസിക്കുന്ന കൊച്ചുമിടുക്കി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. എൻ്റെ പേര് അതുല്യ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ടിവികളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്താൽ പാലമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പരാതി എഴുതി കൊടുക്കാൻ തോന്നിയത്. ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പാലത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ട് വന്നതിനും. ഒക്കെ പാലം വരുന്നു വിചാരിക്കുന്നു. ചുങ്കത്തറ കാർമൽഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിയാണ് അതുല്യ. അച്ഛൻ ഡോക്ടർ രാംകുമാർ, അമ്മ രേഖ വീട്ടമ്മയാണ്. മകൾ അയച്ച കത്തിന് ഉടൻ പ്രതികരണം വന്നതിന്റെ സന്തോഷത്തിലാണ് അതുല്യയുടെ മാതാപിതാക്കൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ വിഷയം പഠിച്ച് റിപ്പോർട്ട് തേടിയതോടെ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് JS ജലീൽ, സ്റ്റാഫ് അംഗം ബിജി എന്നിവർ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. വിഷയം പുതുതായി ചുമതലയേൽക്കുന്ന ഭരണസമിതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സോലെ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.